ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി ട്രാവൽ ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് വാദി ഷൗക്ക റാസൽ കൈമയിലാണുള്ളത്. ഷാർജയിൽ നിന്ന് അറൗണ്ട് ഒരു 70 കിലോമീറ്റേഴ്സൊക്കെയാണ്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഷൗക്ക ഡാം പാർക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ആ സ്പോട്ട്. 4 ചുറ്റും മൗണ്ടൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഉച്ചയ്ക്ക് എത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ലേറ്റായിപ്പോയി. നിങ്ങൾ കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഒക്കുപ്പൈഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറ്റിയൊരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കുറേ മാനുവലായിട്ടുള്ള ടെൻറ്റുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും കൊണ്ട് വെക്കുന്ന ടെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് അവസാനം ഒരു അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2-3 ഫാമിലി ചേർന്നിട്ടാണ് വന്നത്, അപ്പോൾ എല്ലാവർക്കും ഒരു സ്ഥലത്ത് കിട്ടിയില്ല. എനിവേസ് നമ്മൾ 2 ഫാമിലി ഒരുമിച്ച് നിന്നു. അപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാറ്റത്ത് നന്നായിട്ട് പറന്നു പോകുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ടെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും താമസിക്കാറാണ് പതിവ്. ഉച്ചയ്ക്ക് ഇവിടെ എത്തണം എന്ന് കരുതിയാണ് നമ്മളെല്ലാം തലേന്നേ പ്ലാൻ ചെയ്തത്. എനിവേസ് നമ്മളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടി. ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റും ടോർച്ചും കൊണ്ടാണ് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത ഒരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നു. എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആവശ്യം. ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിക്കാതിരിക്കുവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ എല്ലാ എനർജിയും പോയി. അവർ ആകെ ബഹളം വയ്ക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോസേജ് ഗ്രില്ല് ചെയ്യാം എന്ന് വിചാരിച്ചു. കാര്യം ചിക്കൻ ഗ്രില്ല് ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ സോസേജ് ഫസ്റ്റ് ഗ്രില്ല് ചെയ്യാം, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് പെട്ടെന്ന് റെഡി ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ കഴുകി മാരിനേറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റായിട്ടാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോസേജ് നമ്മൾ കൊണ്ടുവന്നു. മസാലയിൽ ഇവിടെ ഇപ്പോൾ ഒന്ന് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് അധികം എരിവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ ക്യാമ്പിങ്ങിന് വരുമ്പോൾ ഏറ്റവും നല്ലൊരു മൂമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ BBQ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു ഒരുപാട് ടൈം കൺസംഷനാണ്. പക്ഷേ ആ സമയത്ത് നമ്മളെല്ലാവരോടും ഒരുമിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ഒരു നേരമെങ്കിലും നമ്മൾ വീട്ടിലെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറയാനും സംസാരിക്കാനും ഒക്കെ സമയം കാണും. ഇവിടുത്തെ ഈ ബിസി ഷെഡ്യൂളിൽ ഇതിനൊന്നും ആർക്കും ടൈം കിട്ടില്ല. ആകെ വീക്കെൻഡിൽ മാത്രമാണ് എല്ലാവർക്കും ഒന്ന് തമ്മിൽ കാണാനും സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ അതുപോലുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാറാണ് പതിവ്. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ്. അപ്പം നേരം വെളുത്തിരിക്കുകയാണ്. ഇപ്പം രാവിലത്തെ ഒരു മോർണിംഗ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ ആയിരുന്നു ഞങ്ങൾ 2 ഫാമിലി സ്റ്റേ ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ഇത് ഏതാണ്ട് ഒരു 5:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നേരം വെളുത്തു. അപ്പം ഞാനിങ്ങനെ ടെൻറ്റിനകത്തുനിന്ന് ഇങ്ങനെ പയ്യെ തല വെളിയിലിടും പോലെ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വരികയാണ്, ഭയങ്കര ഷോയൊക്കെ കാണിച്ച്. ഒരു അടിപൊളി സ്ലോ മോഷൻ വീഡിയോ എടുത്ത് തരാനാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ എന്തായാലും വീഡിയോ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പയ്യെ ഇനി ടെൻറ്റിനകത്തെ വിശേഷങ്ങൾ കാണാം. അപ്പം ടെൻറ്റിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാങ്കറ്റ്, ഷീറ്റ്, പില്ലോ, അടിയിൽ വിരിക്കുന്ന ഒരു മാറ്റ് എല്ലാമായിട്ട് നമ്മൾ സെറ്റായിട്ടാണ് വന്നത്. അന്നേരം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇതുപോലെ ടെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, എന്തിനാണ് ഇത്രയും സാധനങ്ങൾ. നമ്മൾ പണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോഴും അതുപോലെ തന്നെ കലോത്സവത്തിന് കോളേജിൽ പോകുമ്പോഴൊക്കെ നമ്മളൊരു ബെഞ്ച് അല്ലെങ്കിൽ കിട്ടുന്നൊരു സ്പോട്ട് അവിടെ കിടന്ന് ഉറങ്ങാറാണല്ലോ പതിവ്. നമുക്ക് ആ ശീലമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അതൊന്നുമല്ല, നല്ല തണുപ്പാണ്. അപ്പം ഈ ഷീറ്റും ബ്ലാങ്കറ്റും ഒന്നും ഇല്ലാതെ ഒന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം സെറ്റായിട്ട് വന്നു. നല്ല സ്ലീപ്പ് നമുക്ക് കിട്ടി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റർബൻസ് ആയിരുന്നു ഉറങ്ങാൻ. ഉറങ്ങിയെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ എടുത്തതാണ്, എൻ്റെ വീഡിയോ ടെൻറ്റിനകത്തുനിന്നുള്ളത്. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എടുത്ത സ്ഥിതിക്ക് അത് എവിടെയെങ്കിലും കുത്തിക്കയറ്റണമല്ലോ എന്ന് കരുതി ഇവിടെ കുത്തിക്കയറ്റിയതാണ്. അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാം. നിശ്ചലമായിട്ടുള്ള പ്രകൃതിയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് കിട്ടും. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഭയങ്കര സൈലൻസ്, ഭയങ്കര പീസ് വൈബായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഞാൻ കറങ്ങിയൊക്കെ നോക്കി. നിങ്ങൾ കണ്ടില്ലേ, ഫുൾ പച്ചപ്പും ഹരിതാപവുമാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ മാത്രമല്ല ഇവിടെയും പച്ചപ്പും ഹരിതാപമൊക്കെ വന്നു തുടങ്ങി. മഴയൊക്കെ പെയ്തപ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ കാണാനൊക്കെ. ഞാൻ പയ്യെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. പക്ഷേ വിചാരിച്ചതുപോലെ അല്ല സുഹൃത്തുക്കളെ, നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പ്. കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ യജ്ഞം വേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും മുഖമൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് റെഡി ആയതല്ലേ ഇന്നലെ.
അങ്ങനെ നിന്നപ്പോൾ നിങ്ങളിതോ അവിടെ ഒരു ടെൻറ്റ് കണ്ടോ, അവിടെ ഒരു ഓറഞ്ചും ബ്ലൂ ആയിട്ട് ആ ടെൻറ്റിൽ മലയാളികളായിരുന്നു സുഹൃത്തുക്കളെ. മലയാളികളാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു 5:30 മണിക്ക്, ഇവിടെ ഓൾറെഡി നേരം വെളുത്തു ആ സമയത്ത് 5:30 മണിയായപ്പോഴേ അവരവിടെ നിന്ന് എണീറ്റ് വന്ന് ഈ വെള്ളത്തിൽ നിന്നിട്ട് അവരങ്ങ് റീൽസ് എടുക്കുമായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന ഒച്ച എടുത്ത് അലറിയപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളികളാണ്. ആ ശബ്ദം കേട്ടാണ് കേട്ടോ ഞാൻ ഉണർന്നത്. സംഭവം ഇത് ഫെബ്രുവരിയിൽ എടുത്ത വീഡിയോ ആണ്. മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്ത ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതലും ഇന്ത്യൻസ് ആയിരുന്നു, അതിൽ കൂടുതലും മലയാളീസ് ആയിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻസിൻ്റെ പരിചയപ്പെട്ടു, രാജസ്ഥാൻ, ഗുജറാത്ത് ആ ഏരിയ എന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും മലയാളി ചേട്ടന്മാരും മലയാളി ഫാമിലിയൊക്കെ തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എവിടെ പോയാലും നമ്മൾ മലയാളികളെ തിരിച്ചറിയും. അതുപോലെ തന്നെ എല്ലാവരെയും അടുത്തൊട്ടായിരുന്ന എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, എല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ പറ്റി. ആ കാണുന്നതൊക്കെ വാഷ്റൂമാണ് കേട്ടോ. വാഷ്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് എന്തായാലും വരാൻ പറ്റിയൊരു സ്പോട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇങ്ങനെ ചുറ്റും മലനിരകൾ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് വന്നപ്പോൾ തൊട്ടൊരു ക്രൈസായിരുന്നു അപ്പുറത്ത് പോകണമെന്ന്. പക്ഷെ അന്നേരം ആരും സമ്മതിച്ചില്ല കേട്ടോ. അന്നേരം അത് ഞങ്ങളുടെ കൂടെയുള്ള 2 സുന്ദരി മണികൾ ഉറക്കം എണീറ്റ് വന്ന പാടെ വെള്ളത്തിൽ ചാടി. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരിവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വീഡിയോയിൽ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ, തോടും കുളമൊക്കെ. ഇവരങ്ങനെ നാട്ടിൽ പോയിട്ടില്ല ഇവരുടെ അറിവായതിനു ശേഷം. അപ്പോൾ നമ്മളാണെങ്കിൽ കുളത്തിലും ആറ്റിലും തോട്ടിലും ഒക്കെ കളിച്ചിട്ട് വന്നവരാണ്. എന്നിട്ട് പോലും നമുക്ക് വെള്ളം കാണുമ്പോൾ ഒരു ടെൻഡൻസിയാണ് ഇപ്പം ഇറങ്ങണമെന്ന്. പക്ഷെ അപ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരേതായാലും 2 പേരും വെള്ളത്തിൽ ചാടി. ഞാൻ പറഞ്ഞായിരുന്നു മക്കളെ ഇപ്പം രാവിലെ ആണ് കൂടെ കഴിഞ്ഞിറങ്ങാമെന്നൊന്നും പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവരുടെ അച്ഛനും അമ്മ എണീക്ക് മുമ്പ് അവർ എണീറ്റ് വന്ന് വെള്ളത്തിൽ ചാടി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് വയ്യ. അപ്പോൾ ഒരാൾ പയ്യെ ഇങ്ങനെ എണീക്കുവാണ്, ഇനി എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങ് വന്നു. ഒരാൾ വെള്ളത്തിൽ തന്നെ നിന്ന് കളിച്ചു. ഇവർ കളിക്കുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഇറങ്ങണമെന്ന്. പക്ഷേ ആദ്യം ഇറങ്ങി തണുപ്പടിച്ചപ്പോൾ ഒന്നാമത് വയ്യാണ്ടായി, ത്രോട്ടൊക്കെ ആകെ പോയി, സൗണ്ടൊന്നും ഇല്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഒരു കട്ടനിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാം സെറ്റപ്പിലാണ് വന്നതെന്ന് പറഞ്ഞില്ല. ഏലക്ക സഹിതം നമ്മൾ പൊതിഞ്ഞുകൊണ്ട് വന്നു ഗൈസ്. അങ്ങനെ ഏലക്കയൊക്കെ പൊതിഞ്ഞതെടുത്ത് നമ്മൾ ഏലക്കയൊക്കെ തല്ലി നല്ല ചൂട് കട്ടൻ കുടിക്കുകയാണ്. തണുപ്പത്തിരുന്ന് ആവി പാറുന്ന കട്ടനും ഒരു കഷ്ണം ബ്രെഡും ആണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ബ്രെഡും ഒക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ കിട്ടി. അപ്പം കുറച്ച് സൺലൈറ്റൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം തണുപ്പൊക്കെ മാറി തുടങ്ങി. അന്നേരം നമ്മുടെ ഒരു ടെൻഡൻസി എന്നാണ് ഇനി അപ്പുറത്തെ സൈഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഞാൻ ആദ്യമേ ഓടിപ്പോയി കേട്ടോ. കാര്യം ഇവരെന്ന് പോലെ അല്ലല്ലോ, ഞാൻ ആദ്യമേ ഈ വെള്ളത്തിലിറങ്ങി തണുപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ആദ്യമേ അവിടെ ഓടിച്ചാടി പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ഈ കാണുന്ന ഭംഗിയൊക്കെയാണ്, ഫുൾ ഫ്ലവേഴ്സാണ്, ഇങ്ങനെ മെഡോ പോലെ ഒരു വാലി പോലെ കിടക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഡെസേർട്ടിൻ്റെ പ്ലാന്റ്സൊക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും എല്ലാത്തിനും മുള്ളുണ്ട് കേട്ടോ. ചെരുപ്പിടാതെ നടക്കുന്ന എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് വെള്ളത്തിലൂടെ നടന്ന് കുറച്ചധികം ഏരിയ താഴോട്ട് പോയി കണ്ടുപിടിച്ച് അവിടെ കുറച്ച് ആഴമുള്ള വെള്ളമുണ്ടോ, നമുക്ക് കുളിക്കാനോ നനയാനോ ഒക്കെ പറ്റിയ വെള്ളം ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ ഉണ്ട്, പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഡെപ്തിൽ വെള്ളം ഉണ്ടോ എന്നുള്ള സെർച്ചിങ്ങിനായിട്ട് ഞാൻ വെള്ളത്തിൽ കൂടെ നടക്കാൻ തീരുമാനിച്ചു. ഞാനിങ്ങനെ നോക്കുകയാണ് വഴുക്കലുണ്ടോ, നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ തെറ്റലുള്ള പാറയാണോ കല്ലാണോ എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ എല്ലാം അങ്ങനെ നാട്ടിലെ പോലെ അത്ര വഴുക്കലുള്ള സ്ഥലമൊന്നും ഇല്ല കേട്ടോ, അത്രയൊന്നും ഇല്ല. ഞാനിങ്ങനെ നോക്കുവാണ്. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ എനിക്കെന്തോ നനയാനുള്ളൊരു ടെൻഡൻസി വന്നു. അപ്പോൾ എനിക്കിനി അതിൻ്റെ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെള്ളത്തിലൂടെ തന്നെ നടക്കുമായിരുന്നു. ഡ്രൈ ആയിട്ട് നിൽക്കുന്ന കല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ നടന്ന് വെള്ളത്തിലുമൊക്കെ ചാടി. എന്നാൽ വഴുക്കലുള്ള കല്ലും ഉണ്ട് കേട്ടോ. അന്നേരം ഏതായാലും അതുവഴി നടന്ന് കുറച്ച് താഴോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം താഴോട്ട് സ്പോട്ട് കാണും. കാര്യം അവിടെ നിന്നിങ്ങനെ നേരത്തെ വന്നപ്പോഴേ മനസ്സിലായി, താഴോട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടു ഒരുപാട് പേര് ഇറങ്ങി നിൽക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങോട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേരൊക്കെ തിരിച്ചു പോയല്ലോ. അന്നേരം അവിടെ ഇച്ചിരി റഷൊന്നുമില്ല, ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം അങ്ങനെ പോയി ഒരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചു. അത്യാവശ്യം ഉണ്ട്, നമുക്കൊന്ന് കിടക്കാനും കുളിക്കാനും പറ്റിയ സ്ഥലമുണ്ട്. ഇതാണ് കേട്ടോ, ഞങ്ങൾ ചേച്ചിമാരെല്ലാവരും കൂടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുവാണ്. കുറേ നേരമായി കേട്ടോ തുടങ്ങിയിട്ട് സംഭവം. എല്ലാവരും കുറേ പേരൊക്കെ കളിച്ച് മടുത്ത് തിരിച്ച് കയറി. കുറച്ച് പേരൊക്കെ ഇനി വെള്ളത്തിലുള്ളൂ. നമ്മൾ കുറച്ച് പേരാണ് വെള്ളത്തിൽ നിന്ന് കയറാത്തത്. നമ്മളെ കാത്ത് കരയിലിരിക്കുന്നവരാണ് ഇവർക്ക് കാത്തിരിക്കണം എപ്പോൾ ഇതുങ്ങൾ കയറി വരുമോ എന്തോ. വെയിൽ ഉച്ചയിലടിച്ചു തുടങ്ങി, ആൾക്കാരൊക്കെ പോയിന്. നമ്മൾ 2-3 ഫാമിലി ഉള്ളൂ ആകെ അവിടെ. അങ്ങനെ നമ്മൾ എന്തായാലും കുളിച്ചൊക്കെ കയറി എല്ലാം മൈൻഡപ്പ് ചെയ്തു കേട്ടോ.
ഇത് ഞാൻ കുറച്ചെടുത്ത് അവിടെ നിന്നെടുത്ത ഫോട്ടോസാണ്. എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടില്ല. സ്ഥിരം പോസൊക്കെയാണ്, പക്ഷേ എന്തോ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് എങ്ങും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും തോന്നിയില്ല. ഏതായാലും ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ കുറച്ച് കയ്യൊപ്പ് വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ എല്ലാം കൂടെ എന്നാൽ ഇതിലേക്ക് ഡംപ് ചെയ്യാമെന്ന് ഓർത്താണ് ഇപ്പോൾ ഇതിലോട്ടെല്ലാം കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ട്രാവൽ വ്ളോഗ്സുമായിട്ട് ഉറപ്പായിട്ടും ഞാൻ ഇനിയും വീഡിയോസ് ഇടും. നമ്മുടെ ഒരു കേരള തനിമ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാട് മിസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഓക്കെ.